Hi, welcome to Lash Class. BA സോഷ്യോളജി ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ റിസർച്ചിലെ നാലാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. റിസർച്ച് റിപ്പോർട്ടിംഗ് എന്നുള്ളൊരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പ്രൊജക്ട് റിപ്പോർട്ട്, അസൈൻമെന്റ് തുടങ്ങിയവയൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഓരോ സ്റ്റെപ്പുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ആ രീതിയിൽ ഒരു റിസർച്ച് റിപ്പോർട്ടിങ്ങിന്റെ സ്റ്റെപ്പുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ഗവേഷണത്തിലെ അവസാന ചുവടാണ് റിപ്പോർട്ടിംഗ്. നമുക്കറിയാം, നമ്മുടെ ഈ റിസർച്ച് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ അതിന്റെ റിപ്പോർട്ട് എഴുതുന്നത്. ഗവേഷണ ഫലം അവതരിപ്പിക്കുന്നത് ഇതിലൂടെയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ റിസർച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നമ്മൾ ഈ ഒരു റിപ്പോർട്ടിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. ഗവേഷണത്തിലെ മറ്റ് ഭാഗങ്ങൾ മികച്ചതായാലും റിപ്പോർട്ട് മോശമായാൽ ഗവേഷണം പരാജയപ്പെടും. മറ്റ് ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ച് മെത്തഡോളജി ഉണ്ടല്ലോ. നമ്മൾ ഏത് രീതിയിലുള്ള ഡാറ്റ കളക്ഷൻ ആണ്, ഇന്റർവ്യൂ ആണോ, സർവേ ആണോ, അതുപോലെ തന്നെ അതിന്റെ അനാലിസിസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ചെയ്താലും ഈ റിപ്പോർട്ടിങ്ങിലൂടെയാണ് നമ്മൾ അവതരിപ്പിക്കുക എന്നുള്ളത്. ഒരു ഗവേഷണത്തിന്റെ വിജയം അതിന്റെ റിപ്പോർട്ടിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് പറയാം. റിസർച്ച് റിപ്പോർട്ടിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത്. കൃത്യത, സംക്ഷിപ്തത, സത്യസന്ധത എന്നീ കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്. കൃത്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ അക്കാഡമിക് റൈറ്റിംഗ് ആയത് കാരണം കൊണ്ട് നമ്മുടെ ഊഹാപോഹങ്ങളൊന്നും അതിനകത്ത് എഴുതാൻ പാടില്ല. നമ്മുടെ ഈ വിവരശേഖരണത്തിൽ നമ്മൾ സർവേയിലൂടെയോ അല്ലെങ്കിൽ ഇന്റർവ്യൂയിലൂടെയോ മറ്റു രീതിയിലൂടെയൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ തെളിവുകളായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്താൻ പാടുള്ളൂ. അതാണ് നമ്മൾ കൃത്യത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ സംക്ഷിപ്തത, നമ്മൾ ആലങ്കാരികമായിട്ടുള്ള ഭാഷയൊന്നും ഉപയോഗിക്കരുത്. നമ്മൾ വളരെ ചുരുക്കി ഒരു അക്കാഡമിക് റൈറ്റിങ്ങിന്റെ സ്റ്റൈലിൽ വേണം എഴുതാൻ എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് അനാവശ്യ വ്യതിചലനങ്ങൾ പാടില്ല എന്നുള്ളത്. ഇപ്പോൾ കൂടുതൽ ഉദാഹരണങ്ങൾ, ഉപമകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും പാടില്ല. വളരെ സംക്ഷിപ്തമായിട്ട് ചുരുങ്ങിയ രൂപത്തിൽ വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് എഴുതുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു രീതിയിൽ വരുന്നത്. പിന്നെ പറയുന്നത് ഡിസിമിനേറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പബ്ലിഷ് ചെയ്യുക എന്നതിന് പകരമായിട്ട് ഈ റിസർച്ചിന്റെ ഭാഷയിൽ പറയുന്നതാണ് ഡിസിമിനേറ്റ് എന്നുള്ളത്. വിജ്ഞാനം പങ്കുവെക്കുക എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം. നമ്മൾ ഗവേഷണ ഫലം പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പുസ്തകങ്ങളായിട്ട്, ലേഖനങ്ങളായിട്ട് പല രീതിയിൽ നമ്മൾ ഈ ഗവേഷണ റിപ്പോർട്ട് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി സാധിക്കും. അത് നമുക്കറിയാം, വലിയ പേപ്പറുകളാണ് അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മളത് പുസ്തക രൂപത്തിലും, ഇനി കുറച്ചാണെന്നുണ്ടെങ്കിൽ ലേഖന രൂപത്തിൽ എന്നുള്ളത് അതിൻ്റെ ഒരു ഗവേഷണ സ്വഭാവത്തെ അനുസരിച്ചിട്ടാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. മോണോഗ്രാഫ്, ഡിസർട്ടേഷൻ, പ്രൊജക്ട് റിപ്പോർട്ട് എന്നിവയാണ് ഗവേഷണ ഫലം പ്രസിദ്ധീകരിക്കുന്ന മാർഗങ്ങൾ. അതിൻ്റെ സ്റ്റെപ്പുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ആദ്യത്തേത് വരുന്നത് മോണോഗ്രാഫാണ്. നമ്മൾ പുസ്തകത്തിന് സമാനമായിട്ടുള്ള ദീർഘമായിട്ടുള്ള ഗവേഷണ ഫലത്തെയാണ് മോണോഗ്രാഫ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ദീർഘമായിട്ടുള്ള ഗവേഷണം, അതിൽ ഒരുപാട് പേപ്പറുകളുണ്ട്, ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ അതൊരു പുസ്തക രൂപത്തിൽ പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ മോണോഗ്രാഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവേഷണ ഫലം അവതരിപ്പിക്കുന്നതിന് മുമ്പ് നിലവിലുള്ള സിദ്ധാന്തങ്ങളുടെ സംഗ്രഹം സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മൾ സാധാരണ ഗവേഷണത്തിന്റെ ഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അതുവരെയുള്ള പഠനങ്ങൾ, കണ്ടെത്തലുകൾ തുടങ്ങിയവയെ കുറിച്ചിട്ട് നമ്മൾ പരാമർശിക്കുമെന്നുള്ളത്. ആ രീതിയിൽ ഈ മോണോഗ്രാഫ് വളരെ ദൈർഘ്യമേറിയ വലിയ ഒരു പേപ്പർ ആയത് കാരണം കൊണ്ട് ഇത്തരം കാര്യങ്ങൾ അതിൽ വിശദമായിട്ട് തന്നെ പരാമർശിക്കാറുണ്ട്. ഇനി യൂണിവേഴ്സിറ്റികളും മറ്റ് അക്കാദമിക പ്രസാധകരും പ്രസിദ്ധീകരിക്കുന്നു. ഇനി ഇത്തരം പുസ്തകങ്ങൾ നമുക്കറിയാം, സാധാരണ കഥയും നോവലും ഒന്നും പ്രസിദ്ധീകരിക്കുന്ന പോലെയല്ല ഈ ഗവേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. യൂണിവേഴ്സിറ്റികൾ അത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അക്കാദമിക് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രസാധകരും അത് ചെയ്യുന്നുണ്ട്. സങ്കീർണവും വിശദവുമായിട്ടുള്ള പഠനങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഒരു പുസ്തക രൂപത്തിലൊക്കെ വരുന്ന ഗവേഷണ റിപ്പോർട്ട് എന്നുണ്ടെങ്കിൽ അത് അതുപോലെ സങ്കീർണമായിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങളെ കുറിച്ച് നടത്തിയിട്ടുള്ള വിശദമായിട്ടുള്ള പഠനമായിരിക്കും. ഇതിന്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലേഖനങ്ങളെ അപേക്ഷിച്ച് ദീർഘകാലം പ്രചാരത്തിൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഒരു ജേണലിനകത്ത് അല്ലെങ്കിൽ ഒരു ശാസ്ത്ര മാസികക്കകത്തൊക്കെ നമ്മൾ ഈ ഗവേഷണ റിപ്പോർട്ട് ഒരു ലേഖനമായിട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അത് ഒരാഴ്ചയിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ ഒരു കോപ്പി വീതം വരുന്നതാണ്. അത് കുറച്ചു കാലത്തേക്ക് മാത്രമേ പ്രചാരത്തിൽ ഉണ്ടായിരിക്കുള്ളൂ.
എന്നാൽ ഒരു പുസ്തകമായിട്ട് ഇറക്കുന്ന സമയത്ത് അത് ഏറെ കാലം ലൈബ്രറികളിലും മറ്റൊക്കെ സൂക്ഷിക്കാൻ പറ്റും. ആ രീതിയിൽ ഏറെ കാലം പ്രചാരത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് ഡിസർട്ടേഷൻ ആണ്. ഗവേഷക വിദ്യാർത്ഥികൾ പഠന പൂർത്തീകരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് ഈ ഡിസർട്ടേഷൻ എന്ന് പറയുന്നത്. ഗവേഷണ വിദ്യാർത്ഥികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡോക്ടറേറ്റിനൊക്കെ വേണ്ടി പഠിക്കുന്ന ആളുകളുണ്ട്. അവരുടെ പഠന പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു ഗവേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഡിസർട്ടേഷൻ എന്ന് പറയുന്നത്. പഠനത്തിലെ ഓരോ ഘട്ടത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. സ്വാഭാവികമായിട്ടും പഠനത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ പഠനത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ടായിരിക്കും. ഇനി വിദഗ്ധരായിട്ടുള്ള പരീക്ഷാ സമിതിയായിരിക്കും ആദ്യ വായനക്കാർ. നമ്മൾ വൈവ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു പഠനത്തിന്റെ ഭാഗമാണ്, പരീക്ഷയുടെ ഭാഗമാണ് എന്നുള്ള രീതിയിൽ ഒരു സമിതിയായിരിക്കും ഈ ഡിസർട്ടേഷൻ ആദ്യമായിട്ട് വായിക്കുന്നത്. ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നു. നമുക്കറിയാം ഗവേഷണം എന്ന് പറയുന്നത് നമുക്ക് വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുക്കാൻ വേണ്ടി സാധിക്കില്ല. ആഴത്തിൽ ഒരു തെരഞ്ഞെടുത്തിട്ടുള്ള വിഷയം പഠിക്കുക എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതായത് ഇവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് പല വിഷയങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിലും അതിലേതെങ്കിലും ഒരു വിഷയം എടുത്തിട്ടാണ് അവർ ഗവേഷണം ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള തിയറികൾ പ്രായോഗികമായിട്ട് പരിശോധിക്കുന്നു. അപ്പൊ നമുക്ക് ഒരുപാട് സോഷ്യോളജിക്കൽ തിയറികളെ കുറിച്ചിട്ട് അറിയാം. അപ്പൊ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു തിയറി എടുത്തിട്ട് അതിന്റെ ഒരു സാധുതയൊക്കെയാണ് ഇത്തരത്തിലുള്ള ഗവേഷണത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഇനി ഡിസർട്ടേഷന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ സ്റ്റെപ്പുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് പ്രൊജക്ട് റിപ്പോർട്ടിനും ഇതിന് സമാനമായിട്ടുള്ള സ്റ്റെപ്പുകൾ തന്നെയാണ് വരുന്നത്. ആദ്യം ടൈറ്റിൽ പേജ്. നമുക്കറിയാം നമ്മൾ പ്രൊജക്ട് ഒക്കെ സമർപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസർട്ടേഷൻ ആയാലും നമ്മൾ സമർപ്പിക്കുന്ന സമയത്ത് ആദ്യം ടൈറ്റിൽ പേജാണ് ഉണ്ടായിരിക്കുക. അതിനകത്ത് നമ്മുടെ പ്രബന്ധത്തിന്റെ തലക്കെട്ട്, നമ്മൾ ഗവേഷണത്തിന് കൊടുത്തിട്ടുള്ള തലക്കെട്ട് നമ്മുടെ ഗവേഷണ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പേര്, പിന്നെ നമ്മൾ പഠിക്കുന്ന സ്ഥാപനം, യൂണിവേഴ്സിറ്റി, കോളേജ് തുടങ്ങിയവ, പിന്നെ വിഭാഗം, അതായത് നമ്മൾ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ്, എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന രീതിയിൽ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത്, പിന്നെ നമ്മൾ ഈ ഒരു ഗവേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്ന തീയതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ആദ്യത്തെ ടൈറ്റിൽ പേജിനകത്ത് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതിൽ നമുക്ക് നമ്മുടെ റോൾ നമ്പർ, നമുക്ക് പഠിക്കുന്ന സമയത്ത് രജിസ്ട്രേഷൻ നമ്പറൊക്കെ ഉണ്ടായിരിക്കും, ആ നമ്പർ, പിന്നെ നമ്മുടെ ഈ ഗവേഷണത്തിൽ നമ്മുടെ ഗൈഡ് ആയിട്ടുണ്ടായിരുന്ന ആളുടെ പേര്, അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ ലോഗോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ചേർക്കാം. അത് ചേർക്കണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഓരോ യൂണിവേഴ്സിറ്റികൾക്കും അവരുടേതായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും. ഇതുകൂടാതെ സ്ഥാപനത്തിന്റെ മാതൃക പിന്തുടരുക, അതാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ എന്തൊക്കെ ചേർക്കണം, ചേർക്കണ്ട, അതുപോലെ തന്നെ ഏത് ഫോണ്ട് ഉപയോഗിക്കണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ യൂണിവേഴ്സിറ്റികൾക്കും ഓരോ മാനദണ്ഡമുണ്ട്. അതാണ് നമ്മൾ പിന്തുടരേണ്ടത്. അടുത്തത് വരുന്നത് അബ്സ്ട്രാക്റ്റ് ആണ്. നമ്മൾ സംഗ്രഹം അല്ലെങ്കിൽ സമ്മറി എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു 350 വാക്കുകളിൽ കവിയാത്ത വിധത്തിൽ നമ്മുടെ ഗവേഷണ റിപ്പോർട്ടിന്റെ ഒരു സമ്മറി അല്ലെങ്കിൽ സംഗ്രഹമാണ് അബ്സ്ട്രാക്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഒരു റിപ്പോർട്ട് മുഴുവൻ എഴുതിയതിനു ശേഷം ലാസ്റ്റാണ് നമുക്കത് എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇനി നമ്മുടെ ഒരു ഗവേഷണ പ്രബന്ധത്തിന്റെ നിലവാരം മനസ്സിലാക്കാം. അതായത് ഇതിൽ എന്തിനെ കുറിച്ചിട്ടാണ്, എന്ത് വിഷയത്തെ കുറിച്ചിട്ടാണ്, എങ്ങനെയുള്ള റിസർച്ചാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇത് വായിച്ചതിന് ശേഷമാണ് ഈ ഗവേഷണം മുഴുവനും വായിക്കണോ വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ വായനക്കാർ തീരുമാനിക്കുക. ഈ ഒരു ഗവേഷണ പ്രബന്ധത്തിന്റെ കൃത്യമായിട്ടുള്ള ഉള്ളടക്കത്തിന്റെ സംഗ്രഹമാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് ഗവേഷണ ചോദ്യമാണ് നമ്മൾ അവിടെ പരിശോധിക്കുന്നത് എന്നുള്ള കാര്യം, അതുപോലെ തന്നെ നമ്മൾ ഏത് രീതിയിലാണ് വിവരശേഖരണം നടത്തുന്നത് എന്നുള്ളത്, അതുപോലെ നമുക്ക് കണ്ടെത്തിയിട്ടുള്ള പ്രധാന കാര്യങ്ങൾ, ഈ ഒരു ഗവേഷണത്തിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഉപയോഗങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സംഗ്രഹത്തിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അടുത്ത പേജിൽ നമ്മൾ അക്നോളജ്മെന്റ്സ് ആണ് എഴുതുക. അക്നോളജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഈ ഒരു ഗവേഷണത്തിന് നമ്മളെ സഹായിച്ച ആളുകളോടുള്ള ഒരു നന്ദി പ്രകടനം നടത്തുന്നതാണ് നമ്മൾ അക്നോളജ്മെന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഗവേഷണത്തിൽ സഹായിച്ച ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആയിട്ടുള്ള ആളുകളുടെ സഹായം നമ്മൾ സിനിമയിലൊക്കെ എഴുതുന്ന പോലെയുള്ള ആ ഒരു രീതിയിലല്ല നമ്മൾ എഴുതുന്നത്. അത്തരം കാര്യങ്ങൾ, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറച്ചും, കൂടാതെ നമുക്ക് അക്കാഡമിക് ആയിട്ടുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഈ വിവരങ്ങൾക്ക് ഈ ലിറ്ററേച്ചർ റിവ്യൂവിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത്, നമ്മുടെ ഗൈഡ്, അതുപോലെ തന്നെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ആളുകൾ, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ആളുകളോടുള്ള ഒരു കൃതജ്ഞതാ പ്രകടനമാണ് നമ്മൾ ഈ അക്നോളജ്മെന്റിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൂടാതെ നമ്മുടെ സ്വന്തം സൃഷ്ടിയാണെന്നുള്ള സത്യപ്രസ്താവന, നമ്മൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്, അതായത് മറ്റൊരാളുടെ കോപ്പി അടിച്ചിട്ടുള്ളതല്ല, നമ്മൾ തന്നെ സ്വയം അന്വേഷിച്ച് കണ്ടെത്തി എഴുതിയിട്ടുള്ളതാണ് ഇതിലൊരു സത്യപ്രസ്താവന. പിന്നെ ആകെ വാക്കുകളുടെ എണ്ണം,
അത് നമുക്ക് ലാസ്റ്റാണ് എഴുതി ചേർക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അതിപ്പോൾ നമുക്ക് എണ്ണേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡിനകത്തൊക്കെ വേർഡ് കൗണ്ട് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ഈ ഒരു പ്രബന്ധത്തിൽ ആകെ എത്ര വാക്കുകൾ വരുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അക്നോളജ്മെന്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. പിന്നെയുള്ളത് കണ്ടൻസ് പേജ് ആണ്. നമുക്കറിയാം, നമ്മൾ പുസ്തകങ്ങളിൽ കണ്ടിട്ടുള്ളതാണത്. അതായത് ഓരോ ചാപ്റ്റേഴ്സ് എത്രാമത്തെ പേജ് നമ്പറിലാണ് വരുന്നത് എന്നുള്ള കാര്യം, അതായത് ഓരോ തലക്കെട്ടുകൾ അത് ഏത് പേജ് നമ്പറിൽ വരുന്നു എന്നുള്ള കാര്യമാണ് കണ്ടൻസ് പേജിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പട്ടികകൾ, ചിത്രങ്ങൾ, ഗ്രാഫുകൾ എന്നിവയ്ക്ക് പ്രത്യേക പേജ് കൊടുക്കണം എന്നുള്ള കാര്യമാണ്. അതായത് മൊത്തം തലക്കെട്ടുകളുടെ അടിയിൽ തന്നെ നമ്മൾ ഈ പട്ടികകളും ചിത്രങ്ങളും ഗ്രാഫുകളും വരുന്ന ഈ പേജുകളെ കുറിച്ച് പരാമർശിക്കരുത്. അതിന് നമ്മൾ ഈ കണ്ടൻസ് പേജിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പേജ് കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഈ റിപ്പോർട്ടിലേക്ക് വരികയാണ്. നമുക്കറിയാം, ഏറ്റവും ആദ്യം ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നത്. ഓരോ അധ്യായത്തിലെയും വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു രൂപരേഖ, അതായത് പൊതുവിൽ നമ്മൾ ഈ ഒരു ആമുഖം എന്നുള്ള രീതിയിൽ ഈ റിപ്പോർട്ടിനെ അവതരിപ്പിക്കുകയാണ്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, തലക്കെട്ടുകളാണ് ഇതിനകത്ത് വരുന്നത്, അതിൽ എന്തിനൊക്കെ കുറിച്ചിട്ടാണ് പരാമർശിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഒരു രൂപരേഖയാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കൊടുക്കുന്നത്. വായനക്കാർക്കുള്ള ഒരു മാർഗരേഖ. ഈ ഒരു റിപ്പോർട്ട് വായിക്കുന്ന ആളുകൾക്ക് ഇൻട്രൊഡക്ഷൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സെക്ഷനിൽ എന്തൊക്കെയാണ് വരുന്നതിനെ കുറിച്ചിട്ടൊരു ധാരണ ലഭിക്കും. സാധാരണ 500 മുതൽ 750 വരെ വാക്കുകളാണ്. അത് ഏത് വിഷയത്തെ കുറിച്ചിട്ടുള്ള ഗവേഷണമാണ്, ഗവേഷണ റിപ്പോർട്ട് എത്ര പേജുകളുണ്ട്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഇൻട്രൊഡക്ഷൻ എത്ര വാക്കുകൾ വരും എന്നുള്ള കാര്യം നമ്മൾ നിശ്ചയിക്കുന്നത്. അടുത്തത് ലിറ്ററേച്ചർ റിവ്യൂ ആണ്. ലിറ്ററേച്ചർ റിവ്യൂ നമുക്കറിയാം, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിലവിലുള്ള ഗവേഷണങ്ങളും കണ്ടെത്തലുകളും തിയറികളും എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ പ്രതിപാദിക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വിഷയം ഗവേഷണം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതിലേക്ക് പറഞ്ഞു വരുന്നത്. ആ രീതിയിൽ നമ്മൾ ഗവേഷണത്തിന്റെ ആനുകാലിക പ്രസക്തി സ്ഥാപിക്കുകയാണ് നമ്മൾ ഈ ലിറ്ററേച്ചർ റിവ്യൂവിനകത്ത് ചെയ്യുക. ലിറ്ററേച്ചർ റിവ്യൂ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിനകത്ത് സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. അതായത് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഈ ലിറ്ററേച്ചർ ലഭിക്കുക, അത് എങ്ങനെയാണ് നമ്മൾ സമ്മറൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇതിന് മുമ്പുള്ള മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. പൊതുവിൽ ഉദ്ദേശിക്കുന്നത്, ഇതുവരെ ആ ഒരു വിഷയത്തിന്റെ മുകളിൽ നടന്നിട്ടുള്ള പഠനങ്ങൾ, പുസ്തകങ്ങൾ, മറ്റ് പ്രബന്ധങ്ങൾ എന്നിവയൊക്കെ നമ്മൾ സമ്മറൈസ് ചെയ്തിട്ട് ഈ ഒരു വിഷയത്തിന് ഇപ്പോൾ ഇങ്ങനെ ഒരു ഗവേഷണം നടത്തുന്നതിന്റെ പ്രാധാന്യം എന്താണ്, അതിന്റെ ഗുണം എന്താണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു ഗവേഷണത്തിന്റെ ഒരു ആവശ്യകത അവതരിപ്പിക്കുകയാണ് നമ്മൾ ഈ ഒരു ലിറ്ററേച്ചർ റിവ്യൂയിലൂടെ ചെയ്യുന്നത്. പിന്നെ വരുന്നത് റിസർച്ച് മെത്തഡോളജിയാണ്. നമ്മൾ പല രീതിയിലുള്ള റിസർച്ചുകൾ ഉണ്ട് എന്നുള്ളത് ഇതിന് മുമ്പത്തെ മൊഡ്യൂളിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ടിട്ടും പല രീതികളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ഏതാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിന് ആ രീതി സ്വീകരിച്ചത് എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാണ് റിസർച്ച് മെത്തഡോളജിയിൽ വരുന്നത്. അതിൽ നമ്മൾ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തുന്നത് ഈ പറഞ്ഞ രീതിയിൽ ഏത് ഡാറ്റ കളക്ഷൻ ആണ് അല്ലെങ്കിൽ ഏത് റിസർച്ച് മെത്തേഡ് ആണ് എന്നിവ പറഞ്ഞതിന് ശേഷം സബ്ജക്ട്സ് എന്നുള്ളൊരു സെക്ഷനാണ്. അതായത് പാർട്ടിസിപ്പൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. പാർട്ടിസിപ്പൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് പല ആളുകളെ സർവേ ചെയ്യുന്നുണ്ടായിരിക്കാം, അതുപോലെ തന്നെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടായിരിക്കാം. അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ്. അതായത് നമ്മൾ എത്ര പേരെയാണ് നമ്മൾ അവിടെ ഈ ഒരു വിവരശേഖരണത്തിന് വേണ്ടിയിട്ട് സമീപിച്ചത്, അതിൽ എത്ര പേര് നമ്മളോട് പ്രതികരിച്ചു, എത്ര പേര് മറുപടി നൽകാതിരുന്നു, ഇനി ഏത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു സാമ്പിൾ തിരഞ്ഞെടുത്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു സെക്ഷനിൽ വരുന്നത്. ഇനി ഡാറ്റയിൽ നമ്മൾ പറയുന്നത് വിവരശേഖരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. നമ്മൾ പറഞ്ഞിരുന്ന ഏത് മെത്തേഡ് ആണെന്നുള്ളത്, സർവേ ആണോ ഇന്റർവ്യൂ ആണോ, ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡാറ്റയ്ക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഈ അനലൈസ് ടെക്നിക്സ് ആണ്. നമ്മൾ ഈ വിവരങ്ങൾ ഏത് രീതിയിലാണ് അനലൈസ് ചെയ്യുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടാണോ ക്വാളിറ്റേറ്റീവ് ആയിട്ടാണോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു റിസർച്ച് മെത്തഡോളജിയിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. അടുത്ത സെക്ഷനിൽ വരുന്നത് ഫൈൻഡിങ്സ്, റിസൾട്ട്സ് അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു ഭാഗമാണ്. ഗവേഷണത്തിലെ കണ്ടെത്തലുകളുടെ സംഗ്രഹം. ഇപ്പൊ നമ്മൾ ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടായിരിക്കും, ആ വിവരങ്ങളൊക്കെ നമ്മൾ ക്രോഡീകരിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ അവതരിപ്പിക്കുന്നത്. ഇത് വിഷയത്തിനനുസരിച്ചിട്ട് ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് രീതിയിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ക്വാളിറ്റേറ്റീവ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേസ് സ്റ്റഡീസ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു എൻഡോസൾഫാൻ ബാധിത പ്രദേശം അല്ലെങ്കിൽ ഒരു മലിനീകരണ പ്രശ്നമുള്ള ഒരു പ്രദേശത്തെ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇനി
അതല്ലാതെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്ന ആളുകളുടെ ഒരു വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ തൊഴിലിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിട്ട് അല്ലെങ്കിൽ നമ്പർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവിൽ വരുന്നത്. അത് ഏത് രീതിയിലുള്ള വിഷയമാണ് എന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആ വിവരങ്ങൾ അവിടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ് ഉൾപ്പെടുത്തേണ്ടത്. അതായത് വെറും കണക്കുകൾ മാത്രം എഴുതുക, അല്ലെങ്കിൽ ഇത്ര പേര് ഈ രീതിയിൽ പറഞ്ഞു, അത്ര പേര് ആ രീതിയിൽ പറഞ്ഞു എന്നുള്ള രീതിയിൽ കണക്കുകളല്ല നമ്മൾ അവിടെ ഉൾപ്പെടുത്തുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കൂടുതൽ പേര് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, കുറവ് പേര് ഇങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്ര പേർക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ല എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്യേണ്ടത്. അല്ലാതെ കണക്കുകൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതല്ല അവിടെ ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് ഡിസ്കഷനാണ്. ഡിസ്കഷനിലാണ് നമ്മൾ ഈ ഒരു ഫൈൻഡിങ്സിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നത്. നമ്മുടെ ഗവേഷണത്തിൽ ഉണ്ടായിരുന്ന ചോദ്യം, ആ ചോദ്യത്തിന് നമുക്ക് എന്തുത്തരമാണ് ഈ ഒരു ഫൈൻഡിങ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ശേഖരിച്ച വിവരങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കഷനിലകത്ത് പറയുന്നത്. ആ രീതിയിൽ ഗവേഷണ ചോദ്യവും കണ്ടെത്തലും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കൂടാതെ തന്നെ നിലവിലുള്ള പഠനങ്ങളും തിയറികളുമായിട്ടുള്ള ബന്ധം പരിശോധിക്കുന്നു. നമ്മൾ നേരത്തെ ലിറ്ററേച്ചർ റിവ്യൂവിനകത്ത് ഇതൊക്കെ പരാമർശിച്ച് പോകുന്നു പറഞ്ഞിരുന്നു. ആ രീതിയിൽ നിലവിലുള്ള തിയറിയുമായി ബന്ധപ്പെട്ട രീതിയിൽ തന്നെയാണോ നമുക്ക് വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതോ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള രീതിയിൽ നമ്മൾ ഗവേഷണ ചോദ്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വിവരങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കുന്നതാണ് ഡിസ്കഷനിലകത്ത് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് നമുക്ക് വരുന്നത് കൺക്ലൂഷനാണ്. കൺക്ലൂഷനകത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഗവേഷണ രീതി, അതുപോലെ കണ്ടെത്തലുകൾ എന്നൊക്കെ മുൻപുള്ള ചാപ്റ്ററുകൾ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ, നമ്മൾ ഡിസ്കഷനിൽ നമ്മളൊരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ടായിരിക്കുമല്ലോ. അതായത് ഈ ഒരു ഗവേഷണ ചോദ്യത്തിന് നമുക്ക് എന്ത് ഉത്തരമാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം, അത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഗവേഷണ രീതി, അതുപോലെ തന്നെ വിവരശേഖരണ രീതി എന്നിവയിലൂടെ നമുക്ക് എത്താൻ കഴിഞ്ഞത് എന്നുള്ള രീതിയിലാണ് കൺക്ലൂഷനിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതുകൂടാതെ തുടർ പഠനങ്ങൾക്കുള്ള സാധ്യത പരാമർശിക്കുന്നു. അതായത് നമ്മൾ ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തി, ഇനി ഈ ഒരു വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിക്കാനുള്ളത്, എന്തൊക്കെ പഠനങ്ങളാണ് നടത്താൻ പറ്റുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണമാണെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൺക്ലൂഷനകത്ത് ഉൾപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ ഗവേഷണത്തിന്റെ പ്രാധാന്യത്തിന് പുറമെ പോരായ്മ കൂടി നമ്മൾ സൂചിപ്പിക്കണം. അതായത് നമ്മൾ ഒരു സാമ്പിൾ ആയിട്ട് കുറച്ച് ആളുകളിൽ നിന്നുള്ള വിവരങ്ങളാണ് നമ്മൾ ശേഖരിച്ചിട്ടുണ്ടായിരിക്കുക. അത് പൊതുസമൂഹത്തിന്റെ ചിത്രമാകാം, ആകാതിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ഗവേഷണത്തിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി നമ്മൾ ഈ ഒരു കൺക്ലൂഷനകത്ത് സൂചിപ്പിക്കണം. പിന്നെ വരുന്നത് അപ്പൻഡിക്സ്, റെഫറൻസ് എന്നിവയാണ്. അപ്പൻഡിക്സ് നമുക്കറിയാം ഗ്രാഫുകൾ, ചാർട്ടുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ ഡാറ്റ കളക്ഷന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂ, അതുപോലെ സർവേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യാവലി, ഇന്റർവ്യൂ ഗൈഡ് എന്നിവയും അതിനകത്ത് ഉൾപ്പെടുത്തും. റെഫറൻസിനകത്ത് നമ്മൾ മറ്റ് കൃതികൾ, മറ്റ് പുസ്തകങ്ങളോ പ്രബന്ധങ്ങളോ ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ നമ്മൾ കോട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ പാരാഫ്രൈസ് ചെയ്തിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് റെഫറൻസിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അത് അക്ഷരമാല ക്രമത്തിൽ നിശ്ചിത മാതൃകയിലാണ്. നിശ്ചിത മാതൃക എന്ന് പറയുന്നത് ഓരോ യൂണിവേഴ്സിറ്റികളും വ്യത്യസ്ത മാതൃകകളാണ് പിന്തുടരുന്നുണ്ടാവുക. ഓഥറിന്റെ പേര്, പുസ്തകത്തിന്റെ പേര്, പ്രസിദ്ധീകരിച്ച വർഷം, അത് ഏത് ഓർഡറിലാണ് എന്നുള്ളത് ഓരോ യൂണിവേഴ്സിറ്റികളും വ്യത്യസ്ത മാതൃകകളാണ് പിന്തുടരുന്നുണ്ടാവുക. അതിൽ ഏത് മാതൃകയാണ് എന്നുള്ളത് അനുസരിച്ചിട്ട് അക്ഷരമാല ക്രമത്തിൽ അത് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ ലാസ്റ്റ് സെക്ഷനിൽ നമുക്ക് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.